അമിതമായ മുടി കൊഴിച്ചിലാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? എങ്കിൽ ഇനി അതിന് പേടിക്കണ്ട കേട്ടോ. മുടി കൊഴിച്ചിൽ പിടിച്ചു കെട്ടുന്ന രീതിയിൽ നിർത്താൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻസ് കൂടെ അടങ്ങി അങ്ങനെ ടോട്ടൽ 4 ഇൻഗ്രീഡിയൻസ് ചേർത്ത ഒരു നല്ല ഹെയർ ഗ്രോത്ത് ഓയിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നും വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് അമിതമായ മുടികൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങൾ? ചിലപ്പോൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തേണ്ട ആവശ്യമാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കാം. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള തൈറോയ്ഡ്, പീക്കോസ് ഒക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് കൂടെ നിങ്ങൾ വരുത്താൻ റെഡി ആകണം. എങ്കിലേ നമ്മൾ ഈ ഹെയർ ഓയിലോ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് കാരണമുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതിനെ നമ്മൾ മലയാളത്തിൽ ഉഴിഞ്ഞ എന്നും സംസ്കൃതത്തിൽ കർണാസ്ഫോട അഥവാ ഇന്ദ്രവല്ലി എന്നും ഇംഗ്ലീഷിൽ ഇതിലെ ബലൂൺ വൈൻ എന്നും പറയുന്നു. ഇത് നിങ്ങൾ ആരെങ്കിലും ഈ ചെടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. കാണുന്നെങ്കിൽ ഇതിനെ വെറുതെ കളയരുത്, ഇതിനെ വീട്ടിൽ കൊണ്ടുവരിക, നടുക. അതൊരു വള്ളി ചെടിയാണ്, നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചോളും. ശരിക്കും ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇലയാണ്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ കായ എന്ന് പറഞ്ഞ ഒരു ബലൂൺ ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. അതെനിക്കിവിടെ ഈ ചെടിയിൽ കായ വന്ന് തുടങ്ങിയതേ ഉള്ളൂ, അത് കാണിക്കാറായിട്ടില്ല. അപ്പോൾ ഇതിനെ നമുക്ക് തണ്ടൊക്കെ മാറ്റി ഇലകളെ പറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇത് അകാരനില മാറ്റാനും അമിതമായ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും, അതുപോലെ എൻവയോൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എപ്പോഴും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, പൊടിയൊക്കെ കാരണം മുടിയിൽ ഒരുപാട് ഡാൻഡ്രഫ് ഇതൊക്കെ കൊണ്ട് നിറയും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാരണം വഴി ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ വഴി മാറ്റാൻ കഴിവുള്ള ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇത് ഉപയോഗിച്ച്. പിന്നെ നമുക്കിനി 3 ഇൻഗ്രീഡിയൻസ് കൂടെ ആവശ്യമുണ്ട്. അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഈ അമേസിംഗ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടാക്കാം. അതിന് ആദ്യമായിട്ട് തന്നെ ഏകദേശം ഒരു 1/2 കിലോ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഹെയറിനെയും അതുപോലെ തന്നെ സ്കാൽപ്പിനെയും നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഫ്രിസ്നെസ് ഒക്കെ മാറ്റാനും പറ്റിയ ഇൻഗ്രീഡിയന്റ് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആയ ഉഴിഞ്ഞ അഥവാ ബലൂൺ വൈൻ്റെ ലീഫ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 25 മുതൽ 30 എണ്ണം വരെ ലീഫിന്റെ ആവശ്യമാണ്. നമ്മുടെ ഈ കോക്കനട്ട് ഓയിലിന്റെ അളവനുസരിച്ച് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ഹെയർ ഫാളിനെ കുറയ്ക്കുന്നു, അകാരനര മാറ്റുന്നു, അതുപോലെ തന്നെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റിന് എടുത്തിരിക്കുന്നത് നമ്മുടെ കരിഞ്ജീരകം അഥവാ ബ്ലാക്ക് കുമിൻ സീഡ് ആണ്. ഏകദേശം 2 മുതൽ 3 ടീസ്പൂൺ വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നുകൂടെ നോക്കാം. എപ്പോഴും മുടി പൊട്ടുന്നവർക്ക് അതുപോലെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ സ്മൂത്തിങ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ബ്ലാക്ക് കുമിൻ സീഡ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് റോസ്മെരി ലീവ്സ് ആണ്. ഇത് ഏകദേശം 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഇത് മുടിയുടെ വേരിനെ നല്ല ബലമുള്ളതാക്കുകയും ഡാൻഡ്രഫിനെ കുറയ്ക്കും, അതുപോലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും അടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ അഥവാ ഫെനുഗ്രീക്ക് സീഡ് ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ എടുത്തിരിക്കുന്നു. ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കേട്ടിട്ട് പരിചയമുള്ളതാണ്. എങ്കിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് താരൻ മാറ്റാനും ഹെയർ ലോസ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും റൂട്ട് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്യാനും പറ്റിയൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാം. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം. പക്ഷെ ഇല കരിഞ്ഞു പോകാത്ത രീതിയിലായിരിക്കണം. അത് നല്ല രീതിയിൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയെങ്കിലും തിളയ്ക്കണം എണ്ണ. എണ്ണ ഇതാ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഇല കണ്ടാൽ മനസ്സിലാവും അല്ലേ, ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. പക്ഷെ കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉലുവ ഞാനൊന്ന് ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കിടക്കട്ടെ. ചെറു ചൂടാകുമ്പോഴേ ഞാൻ അരിച്ചു മാറ്റത്തുള്ളൂ. ഏത് ഓയിൽ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്.